നമുക്കിന്ന് മീൻ വറുത്താല. നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം. മീനെ നമുക്ക് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനെടുത്ത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഉള്ളി കൂടി കുറച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിച്ചെടുത്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കൂട്ടി തിരുമ്മിയിട്ട് നമുക്ക് മീനിൽ മിക്സ് ചെയ്യാം. 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ധാരാളം വേപ്പിലേക്കുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേപ്പില ഇങ്ങനെ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ചട്ടിയിലിട്ടിട്ട് മീൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മീന് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും, മീൻ കരിയത്തുമില്ല. നല്ലതല്ലേ? അങ്ങനെ ചെയ്യാം. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മീന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ മീൻ കരിഞ്ഞും പോവില്ല, നന്നായിട്ട് കിട്ടും. ഓക്കെ, ഞാനിപ്പം വെളിച്ചെണ്ണ മേലെ കൂടി ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. മീനിൽ നന്നായിട്ട് വെളുത്തുള്ളിയും ഇതൊക്കെ ചേർന്നേക്കണല്ലേ. ഇതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മറിച്ചിടുമ്പോൾ ഈ വേപ്പില കൂട്ടി അങ്ങോട്ട് മറിച്ചിടാം. അപ്പം മീൻ കരിയൂല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് മീനൊരു ഇത് നന്നായിട്ട് ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇത്തിരി കട്ടിയുള്ള മീനായ കാരണം കൊണ്ടും പിന്നെ തീ കുറച്ച് വെച്ചതുകൊണ്ട് ഇത്തിരി സമയം പിടിച്ചിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് മീൻ. നല്ല ഭംഗിയായിട്ട് പൊടിയാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, വേപ്പില പോകുമ്പോൾ നമുക്ക് മീൻ നന്നായിട്ടിരിക്കും. കണ്ട, നല്ല കളറില്ലേ? ഒന്നും കൂടി ഇല്ല. പിന്നെ കുറച്ച് നേരം വെന്തിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് മീൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്താലോ?